വീക്കെൻഡ് ആയിട്ട് എന്ത് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത് വായ നമുക്ക് മസാലപ്പൂരി കഴിക്കാൻ പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കൈ കിട്ടിയ ഒരു ഹെൽമെറ്റും പിന്നെ വ്ളോഗ് എടുക്കുക ഒരു ഫോൺ എടുത്ത് അങ്ങ് ഇറങ്ങി. അവൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരുന്നു. ഇനിയിപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവരുടെയൊക്കെ മനസ്സ് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസാലപ്പൂരി കഴിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ആ സീനാവോന്ന് ചോദിച്ചത് ഇനി ഇത് കഴിച്ചിട്ട് വയറിന് എന്തെങ്കിലും പണി കിട്ടുമെന്നാണ് കേട്ടോ. ബേസിക്കലി പാനിപൂരി മസാലപ്പൂരി പോലത്തെ സാധനങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊക്കെ മറക്കും. അതെന്താണാവും, ഇനി വല്ല അസുഖമാണോ? ഹായ്, ആ കൈ വെച്ച് ക്രഷ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കേട്ടാ നിങ്ങൾ? ഈ കഴിക്കാൻ പോകുന്നവരെ ഒടുക്കത്തെ ആക്രാന്തം. കഴിച്ചു കഴിഞ്ഞാൽ വേണ്ടായിരുന്നു, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ആലോചിക്കണ വല്ലവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ. ആക്ച്വലി ഈ സാധനത്തിന് മസാലപ്പൂരി എന്നാണോ പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ അവൻ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സാധനം കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണ്. അതൊരു ഒടുക്കത്തെ കോൺഫിഡൻസാണ്. ഞങ്ങൾ മസാലപ്പൂരി കഴിച്ചിട്ട് ഒരു പ്ലേറ്റ് മസാലപ്പൂരി കഴിച്ചിട്ടും അവന്റെ വയറ് നിറഞ്ഞില്ല അത്രേ. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ മിണ്ടാണ്ട് അവരുടെ കൂടെ പോവാ. അതങ്ങനെയാണല്ലോ. പിന്നെ പോകുന്ന വഴിയില് ഈ സംഗതി കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ ടെസ്റ്റിങ്ങിന്റെ ഒടുവിൽ അവനൊരു ഊതു വാങ്ങി. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഇങ്ങനത്തെ മേടിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോണത് എന്റെ വലിയേട്ടന്റെ ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇതാണ് എന്റെ വലിയേട്ടൻ. വലിയേട്ടൻ നടത്തുന്ന ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ ഇത്. ഇവിടുത്തെ മെയിൻ ഷെഫും വലിയേട്ടൻ തന്നെ. പിന്നെ ഈ ഫേസ് മിക്കപ്പോഴും എന്റെ വ്ളോഗുകളിൽ വരാറുള്ളതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ വല്ലാണ്ട് അങ്ങ് പരിചയപ്പെടുത്തുന്നില്ല. ഇതാണ് എന്റെ വലിയേട്ടന്റെ ഒരേ ഒരു ഭാര്യയും മോളും. ചേച്ചിക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ജനസേവാ കേന്ദ്രം ഉണ്ട്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മിത്തോനെ ഇവിടെ കാണാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കാണാം. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് വലിയേട്ടൻ്റെ ഈ കുള്ളിയും ചിക്കനാണ് കേട്ടോ. സത്യം പറയാലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ കുള്ളി ചിക്കനായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുമ്പോഴല്ലേ, ഒയ്യോ എൻ്റെ മോനെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.